ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ട് എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്. അല്പം കൂടി അദ്ദേഹത്തിന് കാത്തിരിക്കാമായിരുന്നു. നാട് മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ജോയിയെ തിരിച്ചു കിട്ടില്ലെന്നുള്ള കാര്യത്തിലായിരുന്നല്ലോ. അത് കഴിയുന്നത് വരെ എന്നിട്ട് സർക്കാരിനെതിരെ പറഞ്ഞോട്ടെ, ഞങ്ങൾക്കപ്പോൾ മറുപടിയും പറയാം. കാത്തിരിക്കാനുള്ള ഒരു വിവേകമെങ്കിലും പ്രതിപക്ഷ നേതാവിൽ നിന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അല്പമെങ്കിലും വിവേകം കാണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഈ പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷാണ്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് റെയിൽവേയുടെ സ്ഥലത്ത്, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ സ്ഥലത്ത് ഒരു ശുചീകരണ തൊഴിലാളി തോട്ടിൽ വീണ് മരണപ്പെട്ടത്. വളരെ വേദനാജനകമായ സംഭവമായിരുന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ടും അതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് സംസ്ഥാനത്ത് കോൺഗ്രസ്സുകാർ ശ്രമിച്ചത്. അതിൽ പ്രതിപക്ഷ വി.ഡി. സതീശനുണ്ട്, തിരുവനന്തപുരം എം.പി. ശശി തരൂരുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ക്ഷീരമുള്ളൊരു അകടിൻ ചവിട്ടിലും ചോര തന്നെ കൗതുകം എന്ന് പറഞ്ഞ പോലെ ഒരു വളരെ വേദനാജനകമായ ഒരു സംഭവം നടക്കുമ്പോഴും അതിനെ എങ്ങനെയെങ്കിലും രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തി സംസ്ഥാന സർക്കാരിനെ തിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും 4 വോട്ട് ഒപ്പിക്കാൻ പറ്റുമോ എന്ന തറപ്പരിപാടിയാണ് പലപ്പോഴും പലരും നടത്തുക. അതിൻ്റെ ഉദാഹരണമാണ് ശശി തരൂരും വി.ഡി. സതീശൻ നടത്തിയത്. അതിനുള്ള മറുപടി ഇന്ന് വ്യക്തമായിട്ട് എം.പി. രാജേഷ് നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ മറുപടി അന്ന് തന്നെ നൽകാമായിരുന്നു, പക്ഷെ പറയാതിരുന്നത് ഒരു രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. അതിനുശേഷം മാരായമുട്ടത്ത് ജോയുടെ സംസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് മന്ത്രി എം.പി. രാജേഷ് ഇന്ന് വ്യക്തമായ ഒരു മറുപടി കൊടുക്കുന്നത്. കേൾക്കേണ്ട വാക്കുകളാണ്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെയും തിരുവനന്തപുരം നഗരസഭയും കുറ്റപ്പെടുത്താറങ്ങുന്ന എല്ലാവരും കേൾക്കേണ്ട വാക്കുകളാണ്. വ്യക്തമായിട്ട് തെളിവും ഡേറ്റയും സഹിതമാണ് എം.പി. രാജേഷ് ഇന്ന് പത്രസമ്മേളനം നടത്തിയത്. നമുക്ക് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇത് ഒരു തരത്തിലും സംഭവിക്കാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമായ ഒരു ദുരന്തമാണ് നടന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, റെയിൽവേയുടെ അധീനതയിലുള്ള പ്രദേശത്താണ്. കോർപ്പറേഷനോ സർക്കാരിനോ നേരിട്ട് ഇടപെടാൻ അധികാരമില്ലാത്ത റെയിൽവേ ഭൂമിയിലാണ് ഈ അപകടം നടന്നത്. എവിടെ നടന്നതായാണ് വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇത് ആവർത്തിക്കാനും പാടില്ലാത്തതാണ്. ആവർത്തിക്കില്ല എന്നുറപ്പുവരുത്താനുള്ള നടപടികൾ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാവേണ്ട ഒരു സമയമാണിത്. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നതിന് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല. ഞാനതുകൊണ്ടാണ് ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത്. ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും നിങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ഞാനവിടെ അനുശോചനം രേഖപ്പെടുത്തുക മാത്രമേ ചെയ്തുള്ളൂ. ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞ 1 വർഷമായി തീവ്രമായ ശ്രമം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമത്തിൻ്റെ നല്ല നേട്ടവും ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായിട്ട് പരിഹരിച്ചിട്ടില്ല എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ നല്ല നേട്ടവും ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരമൊരു ദുരന്തം റെയിൽവേയുടെ അധീനതയിലുള്ള ഒരു പ്രദേശത്ത് നടക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇതെവിടെ നടന്നതാണെങ്കിലും അപകടം പറ്റിയയാളെ കണ്ടെടുക്കുക എന്ന കാര്യത്തിലായിരുന്നു. ജീവൻ രക്ഷിക്കാനും അദ്ദേഹത്തെ കണ്ടെത്താനുമുള്ള ശ്രമത്തിലായിരുന്നു ഗവൺമെൻറ് പൂർണ്ണമായിട്ടും ഏർപ്പെട്ടത്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമത്തിനാണ് മറ്റു പലരും വ്യഗ്രത പൂണ്ടത്. അതിലായിരുന്നു താല്പര്യം കൂടുതൽ. അതും ഒഴിവാക്കേണ്ടതാണ്. അത് ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ്. ഈ ദുരന്തം ഉണ്ടാകാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ് എന്ന് പറയുന്നത് പോലെ ഇതുപോലൊരു ദുരന്തത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇത്രമാത്രം വ്യഗ്രത കാണിക്കുന്നതും
ഉണ്ടാകാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരണമെന്നൊന്നും സർക്കാരിന് യാതൊരു ഉദ്ദേശവുമില്ല. പക്ഷേ ഇല്ലാത്ത ഉത്തരവാദിത്വം കൂടി സർക്കാരിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടി വരും. അതിന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പഴിചാരാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. വസ്തുത മാധ്യമങ്ങളും ജനങ്ങളും അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ട് എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്. അല്പം കൂടി അദ്ദേഹത്തിന് കാത്തിരിക്കാമായിരുന്നു. നാട് മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ജോയിയെ തിരിച്ചു കിട്ടില്ലെന്നുള്ള കാര്യത്തിലായിരുന്നല്ലോ. അത് കഴിയുന്നതുവരെ എന്നിട്ട് സർക്കാരിനെതിരെ പറഞ്ഞോട്ടെ, ഞങ്ങൾക്കപ്പോൾ മറുപടിയും പറയാം. കാത്തിരിക്കാനുള്ള ഒരു വിവേകമെങ്കിലും പ്രതിപക്ഷ നേതാവിൽ നിന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. അദ്ദേഹം പറഞ്ഞതൊന്നും അറിയാത്തതുകൊണ്ടല്ല, ഞാനൊന്നും പറയാതിരുന്നതാണ്. അപ്പോൾ അത് പറയേണ്ട സമയമല്ല എന്നുകൊണ്ട് ഈ നിമിഷം വരെ അത് പറയാതിരുന്നതും അതുകൊണ്ടാണ്. ഒരു ദുരന്തമുണ്ടാവുമ്പോൾ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന രാഷ്ട്രീയ ലാഭത്തെക്കുറിച്ച് സന്തോഷം പൂണ്ട് ചാടി വീഴുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമാണോ എന്ന കാര്യം അങ്ങനെ ചാടി വീണ് എല്ലാവരും ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ മത്സരിച്ച് ഈ കുറ്റപ്പെടുത്തലുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ആദ്യം തന്നെ തുടങ്ങി. അദ്ദേഹത്തിന് ഒട്ടും ക്ഷമയുണ്ടായില്ല. മറ്റു പലരും ഇന്നാണ് രംഗത്ത് വന്നിട്ടുള്ളത്. അതിൽ മുൻ കേന്ദ്രമന്ത്രിമാരുണ്ട്, KPCC പ്രസിഡൻ്റുണ്ട്, അവരെല്ലാം ഉണ്ട്. അവരൊക്കെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് വസ്തുതകൾ എന്തായാലും ജനങ്ങളൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ പഴിചാരാൻ വേണ്ടി പറയുന്നതേ അല്ല. ഇതിൽ മാലിന്യ സംസ്കരണം എന്ന കാര്യത്തിൽ ആരുടെയെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമാണുള്ളത് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല, സർക്കാരും കാണുന്നില്ല. വ്യക്തി, സമൂഹം, തദ്ദേശ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, മറ്റെല്ലാ സംവിധാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, മാധ്യമങ്ങൾ, ഇങ്ങനെ എല്ലാവർക്കും ഉള്ളതും എല്ലാവരും ഒരുമിച്ച് മറ്റ് ഭിന്നതകൾക്കതീതമായി പ്രവർത്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണിത്. ഞാനിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങളോട് തന്നെ ഇത് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമല്ല. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ്. എല്ലാവർക്കും, ഓരോ വ്യക്തിക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. പാമയഴഞ്ചാൻ തോടിൽ ഒരു ദുരന്തമുണ്ടായാൽ എവിടെ, റെയിൽവേയുടെ ഭൂമിയിലാവട്ടെ അപ്പുറത്താവട്ടെ, എവിടെ ഉണ്ടായാലും അതിൽ ഓരോ വ്യക്തിക്കും കുറ്റബോധത്തിന് ഉണ്ടാവേണ്ട കാര്യമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോരുത്തർക്കും. മാലിന്യം ശൂന്യാകാശത്തു നിന്ന് വന്നതൊന്നുമല്ല. അപ്പോൾ ആ നിലയിൽ നമ്മളിതിനെ കാണേണ്ടതാണ്. ഇവിടെ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എല്ലാവർക്കും മാലിന്യം എന്ന പ്രശ്നത്തെ പരിഹരിക്കുന്നതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ജോയിയുടെ മരണത്തിന് ഇടയാക്കിയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് വന്ന ഒരു പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ പഴിചാരിയല്ല. റെയിൽവേയുടെ ഭൂമിയിൽ കോർപ്പറേഷനോ സർക്കാരിനോ നേരിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു തവണ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം റെയിൽവേ നിലപാട് കർക്കശമാക്കി. റെയിൽവേ ആക്റ്റാണ് പിന്നീട് ചെയ്യുന്നത് തടയാൻ റെയിൽവേ ഉപയോഗിച്ചത്. റെയിൽവേ ആക്റ്റിൽ പറയുന്ന വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്.
റെയിൽവേ ഭൂമിയിൽ മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ സീവേജിൻ്റെ പരിപാലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റൊരു ഏജൻസിക്കും ചെയ്യാനാവില്ല. മറ്റൊരു നിയമത്തിലും എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് റെയിൽവേക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് റെയിൽവേ ആക്റ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ ആക്ട് ഉപയോഗിച്ചാണ് റെയിൽവേ കോർപ്പറേഷനെ അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളെയൊക്കെ തടഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരത്ത് മാത്രം പ്രശ്നമല്ല, മറ്റെവിടെയും ഇത് ചെയ്യാൻ പറ്റില്ല. ആ ഘട്ടത്തിൽ എന്താണ് സർക്കാരിനും തദ്ദേശ സ്ഥാപനത്തിനും ചെയ്യാൻ പറ്റുക? റെയിൽവേയുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഇടപെടലാണ്. ഉത്തരവാദിത്വം റെയിൽവേയുടേതാണെന്ന് റെയിൽവേയും സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേ തന്നെ 2011 ഇറക്കിയ സർക്കുലർ, റെയിൽവേ മന്ത്രാലയത്തിൻ്റെ സർക്കുലർ എൻ്റെ കൈവശമുണ്ട്. ആ സർക്കുലറിൽ 2011 തന്നെ റെയിൽവേ പറഞ്ഞിട്ടുണ്ട് മാലിന്യ സംസ്കരണം റെയിൽവേയുടെ ഉത്തരവാദിത്വമാണ് എന്ന് വിശദമായി. ആ സർക്കുലറിൽ പോയിൻ്റ് 6, പോയിൻ്റ് 7 ഒക്കെ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നതാണ്. അപ്പോൾ റെയിൽവേ തന്നെ അംഗീകരിക്കുന്ന കാര്യം ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് റെയിൽവേ അംഗീകരിക്കുകയാണ്. അത് ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് കേട്ടു, അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ യോഗം വിളിക്കുകയല്ലേ ചെയ്യേണ്ടത്? യോഗം വിളിച്ച് പരിഹരിക്കണ്ടേ? വസ്തുതകൾ അദ്ദേഹം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനുള്ള വ്യഗ്രതയിൽ വസ്തുതകൾക്കൊരു വിലയും അദ്ദേഹം കൽപ്പിക്കാത്തത് കൊണ്ടാണ്. യോഗം എത്ര വിളിച്ചിട്ടുണ്ടെന്നറിയാമോ? എന്തെല്ലാം നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നറിയാമോ? ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് റെയിൽവേയുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് 2024 ജനുവരി 31 അഡീഷണൽ ചീഫ് സെക്രട്ടറി കേരളത്തിലെ 2 റെയിൽവേ ഡിവിഷണൽ മാനേജർമാർക്ക് കത്ത് നൽകി. എന്ന് ജനുവരി 31 തിരുവനന്തപുരം ഡിവിഷൻ കത്തിന് മറുപടി തന്നെ നൽകിയില്ല. പാലക്കാട് ഡിവിഷനിൽ നിന്ന് 5/3/2024 2 മാസം കഴിഞ്ഞ് മറുപടി കിട്ടി. അല്ല, 1 മാസം കഴിഞ്ഞപ്പോൾ മറുപടി കിട്ടി. അതിനുശേഷം ഏപ്രിൽ 1/4/2024 അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ IAS നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ 2 റെയിൽവേ ഡിവിഷണൽ മാനേജർമാരെ ആയിട്ട് സംയുക്തമായ യോഗം ചേർന്നു. യോഗത്തിന് അവരെ വിളിച്ചു. പക്ഷെ ഉണ്ടായ അനുഭവം എന്താ? 2 DRMമാരും ആ യോഗത്തിൽ പങ്കെടുത്തില്ല. പകരം 2 ജൂനിയർ ഓഫീസർമാരെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചതിൽ പങ്കെടുത്തത് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഏകോപനത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഏറ്റവും മുതിർന്ന IAS ഉദ്യോഗസ്ഥ, തദ്ദേശ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ ഡയറക്ടർ IAS ഉദ്യോഗസ്ഥൻ, സീനിയർ IAS ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 2 DRMമാരും പങ്കെടുക്കാൻ തയ്യാറായില്ല എന്ന് ഖേദപൂർവ്വം ഞാൻ പറയട്ടെ. വസ്തുത പറയുമ്പോൾ അത് പറയണമല്ലോ, അതുകൊണ്ടാണ്. മാത്രമല്ല, ആ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് എൻ്റെ കൈവശമുണ്ട്. ആ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സിൽ 20 ആക്ഷണബിൾ പോയിൻറ്റ്സ് നിശ്ചയിച്ചു കൊടുത്തു. റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട നടപടികൾ 20 കാര്യങ്ങൾ. ആകെ 22 കാര്യങ്ങൾ തീരുമാനിച്ചു. 20 റെയിൽവേ ചെയ്യേണ്ട നടപടികൾ എന്ത് എന്ന് കൃത്യമായി നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മിനിറ്റ്സിൽ തന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. The absence of senior management of the Thiruvananthapuram Railway Division at this meeting is particularly concerning given the seriousness of the waste management issue. As directly the High Court's intervention and underscores the continued interest of the Honorable Court, a follow-up meeting will be convened with the senior management of the Thiruvananthapuram Division. എന്ന് പറഞ്ഞാൽ തന്നെ റെയിൽവേ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. അക്കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. എന്നിട്ടും സർക്കാരിൻ്റെ വിളിച്ചു ചേർത്ത ഈ മീറ്റിങ്ങിൽ റെയിൽവേയുടെ സീനിയർ മാനേജ്മെൻറ്റിനെ പ്രതിനിധീകരിച്ച് ആരും പങ്കെടുക്കാൻ തയ്യാറായില്ല. ഹൈക്കോടതി എന്താണ് റെയിൽവേ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്? ഈ ജൂലൈ 6 പറഞ്ഞത് റെയിൽവേ ഒരു ബൾക്ക് വേസ്റ്റ് ജനറേറ്ററാണ് എന്ന്.
വൻകിട മാലിന്യ ഉൽപ്പാദകരുടെ കൂട്ടത്തിലാണ് റെയിൽവേ, ബൾക്ക് വേസ്റ്റ് ജനറേറ്ററാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഹൈക്കോടതി വലിയ വിമർശനവും റെയിൽവേക്കെതിരെ നടത്തുകയുണ്ടായി. കോടതി പറഞ്ഞു, മോസ്റ്റ് ഓഫ് ദ പ്ലാസ്റ്റിക് വേസ്റ്റ് ദാറ്റ് ഈസ് ഫൗണ്ട് ത്രൂ ഔട്ട് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെയിൽവേ ട്രാക്സ് appears to be from the trains requiring the railways to be regarded as a bulk waste generator. Under the solid waste management handling rules, the railways have a responsibility to prevent such waste from being deposited on railway sidings and other properties. അതിന് പ്രസക്തമായ ഭാഗം ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. ഇത് കേരള ഹൈക്കോടതി ജൂലൈ 6 പറഞ്ഞതാണ്. അപ്പോൾ റെയിൽവേയുടെ തന്നെ 2011 സർക്കുലറുണ്ട്. റെയിൽവേ ഭൂമിയിലെ മാലിന്യം റെയിൽവേ സംസ്കരിക്കേണ്ടതാണ്, അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് റെയിൽവേയുടെ സർക്കുലറുണ്ട്. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 2006 അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് റെയിൽവേയുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച്. ഇതാ വേസ്റ്റ് ജനറേറ്റർ മീൻസ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസിൻ്റെ 56 വേസ്റ്റ് ജനറേറ്റർ മീൻസ് and includes every person or group of persons, every residential premises and non-residential establishments, including Indian Railways, defence establishments which generate solid waste. ഇത് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂളാണ്. അപ്പോൾ റെയിൽവേ ഒരു വേസ്റ്റ് ജനറേറ്ററാണ്. ഇത് നിയമത്തിൽ പറയുന്നു, ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, റെയിൽവേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നോക്കിക്കോളാം, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന്. പക്ഷേ അതുണ്ടായില്ല. അപ്പോൾ സർക്കാർ ആദ്യം കത്ത് കൊടുത്തു. പിന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു. സീനിയർ ഉദ്യോഗസ്ഥരാരും പങ്കെടുത്തില്ല. കോർപ്പറേഷൻ സ്വീകരിച്ച നടപടികൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. 7/5 തിരുവനന്തപുരം ഡിവിഷന് ആദ്യത്തെ നോട്ടീസ് കൊടുത്തു. നടപടി ഉണ്ടായില്ല, പ്രതികരണം ഉണ്ടായില്ല. 17/5/2024 വീണ്ടും നോട്ടീസ് കൊടുത്തു, പ്രതികരണം ഉണ്ടായില്ല. ആ ഘട്ടത്തിൽ മേയറോടും സെക്രട്ടറിയോടും കാണണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അവരെൻ്റെ ഓഫീസിൽ വന്ന് കണ്ടു, ഈ കാര്യം ചർച്ച ചെയ്തു. ഞാൻ കൂടി നിർദ്ദേശിച്ചിട്ടാണ് പിന്നീട് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത് റെയിൽവേക്ക് കൊടുക്കുന്നത്. 19/6 കത്ത് പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ കോപ്പി ഇവിടെ ഉണ്ട്. വസ്തുത എല്ലാവരും മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. ഞാനാണ് നിർദ്ദേശിച്ചത്, നിങ്ങൾ സാധാരണ നോട്ടീസ് കൊടുത്താൽ പോരാ, പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുമെന്നും ഫൈൻ ചുമത്തുമെന്നും പറഞ്ഞുള്ള നോട്ടീസ്, അതിന് സമയം നിശ്ചയിച്ചു കൊടുക്കുക. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഈ നടപടികളിലേക്ക് കിടക്കും. ആ നോട്ടീസ് 19/6 കിട്ടിയപ്പോഴാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ആദ്യമായിട്ടൊരു നടപടി ഉണ്ടായത്. അങ്ങനെയാണ് റെയിൽവേ ഒരു കരാറുകാരനെ ഏൽപ്പിച്ചതും ആ കരാറുകാരൻ 3 തൊഴിലാളികളെ. അത് വേറൊരു പ്രശ്നമാണ്. ഈ കരാറുകാരൻ ഇതിന് എക്സ്പീരിയൻസ് ഉള്ള ആളാണോ, വൈദഗ്ധ്യമുള്ള ആളാണോ, ഇങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അത് വേറെ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ആ തൊഴിലാളികൾക്ക് റെയിൽവേ ഏൽപ്പിച്ച കരാറുകാരൻ നിയോഗിച്ച തൊഴിലാളികൾക്ക് സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്, അന്വേഷിക്കപ്പെടേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഇതാണ് വസ്തുത. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് യോഗം വിളിക്കണ്ടേ എന്ന്.